നമസ്കാരം. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റ് ചെയ്ത പതിപ്പിന്റെ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം ആർടെക് മാളിൽ 11:25 ഷോയിൽ റീ എഡിറ്റ് ചെയ്ത പതിപ്പാണ് പ്രദർശിപ്പിച്ചത്. പുതിയ പതിപ്പ് എല്ലാ തിയേറ്ററുകളിലും ഇനി പ്രദർശിപ്പിക്കും. സിനിമയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ സീനുകൾ മുറിച്ചു നീക്കി. പേരുൾപ്പെടെ 24 മാറ്റങ്ങളാണുള്ളത്. പേരിലെ മാറ്റം ചിത്രത്തിൽ 14 ഇടങ്ങളിലുണ്ട്. ഇത്തരത്തിൽ വിശദമായി കണക്കൂട്ടുമ്പോൾ മൊത്തം 38 ഇടങ്ങളിൽ മാറ്റങ്ങളുണ്ട്. എമ്പുരാൻ സിനിമ അസഹനീയ എഴുത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ റീ എഡിറ്റിംഗിലൂടെ വലിയ സമയക്കുറവ് ഉണ്ടാകുമെന്നും അത് സിനിമയെ കൂടുതൽ മെച്ചമാക്കുമെന്നും കരുതുന്നവരുണ്ട്. എന്നാൽ വെറും 2.8 മിനിറ്റ് കുറഞ്ഞെന്നും ചിത്രത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കില്ലെന്നും നിർമ്മാതാക്കൾ പറയുമ്പോൾ സിനിമയുടെ ലാഗ് മാറില്ലെന്ന് ഉറപ്പാണ്. അനാവശ്യ രംഗങ്ങൾ കുത്തി നിറച്ചതാണ് ഇതിനെല്ലാം കാരണം. ദൃശ്യങ്ങളിൽ 13 വെട്ടും വർഗീയ കലാപം കാണിക്കുന്ന ആദ്യ അരമണിക്കൂറിലാണ്. ഇവിടെ കൃത്യം കാലഘട്ടം പരാമർശിക്കുന്നത് മാറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി. കലാപഭാഗത്തെ ഒരു കൊലപാതക ദൃശ്യവും പ്രധാന വില്ലൻ ഉൾപ്പെട്ട 2 ദൃശ്യങ്ങളും ചില സംഭാഷണങ്ങളും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലമുള്ള സീനുകളും ഒഴിവാക്കി. ആദ്യ പകുതിയിൽ വില്ലനും മുഖ്യ സഹായിയും തമ്മിലുള്ള സംഭാഷണത്തിലെ 13 സെക്കൻഡും വെട്ടി. സിനിമയിൽ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ബാബ ബജ്രംഗി എന്ന ബൽരാജ് എന്ന പേര് പരാമർശിക്കുന്ന ഇടങ്ങളിൽ ബൽദേവ് എന്നാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. തുടക്കത്തിലെ നന്ദി കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ആദായ നികുതി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പേരൊഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി. കേന്ദ്ര ഏജൻസിയായ NIA കുറിച്ച് പറയുന്നിടത്ത് ശബ്ദം മ്യൂട്ട് ചെയ്തു. റെയ്ഡിനെത്തുന്ന വാഹനത്തിൽ NIA ബോർഡ് കാണിക്കുന്ന ദൃശ്യം ഒഴിവാക്കി. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് നിർമ്മാതാക്കൾ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. അവധി ദിനമായിരുന്നിട്ടും ഞായറാഴ്ച റീ എഡിറ്റഡ് പതിപ്പ് കണ്ട് സെൻസർ ബോർഡ് പുതിയ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞാണ് പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തിക്കുന്നത്. വിവാദങ്ങൾ സജീവമാക്കി പരമാവധി കളക്ഷൻ അവധി ദിനങ്ങളിൽ എമ്പുരാൻ നേടുകയും ചെയ്തു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും എമ്പുരാൻ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇവിടങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത 4 ദിവസത്തിൽ എമ്പുരാൻ നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നു. ബോക്സ് ഓഫീസ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മാത്രമാണ് എമ്പുരാൻ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. 50 കോടിയാണ് കേരളത്തിൽ നിന്നും എമ്പുരാൻ നേടിയത്. ഏറ്റവും കുറവ് കളക്ഷൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ്. 3.1 കോടി മാത്രമാണ് ഇവിടെ നിന്നും ചിത്രത്തിന് നേടാനായത്. ആദ്യ ദിനം 1.5 കോടി നേടിയപ്പോൾ മറ്റ് 2 ദിവസങ്ങളിൽ 5 ലക്ഷവും 4-ാം ദിനം 6 ലക്ഷവും മാത്രമാണ് എമ്പുരാന് നേടാനായത്. കർണാടകത്തിൽ നിന്നും 9.35 കോടി എമ്പുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിനം 4 കോടിയാണ് എമ്പുരാൻ കന്നഡ പതിപ്പ് നേടിയത്. 1.3 കോടി, 2.25 കോടി, 1.8 കോടി എന്നിങ്ങനെയാണ് മറ്റു ദിനങ്ങളിലെ കളക്ഷൻ. വൻ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിച്ച തമിഴ്നാട്ടിൽ നിന്നും തണുത്ത പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. 5.95 കോടിയാണ് സംസ്ഥാനത്ത് നിന്നും 4 ദിവസത്തിൽ ലഭിച്ചത്. ആദ്യ ദിനം 2.25 കോടി നേടിയപ്പോൾ 2-ാം ദിനം 9 ലക്ഷമാണ് എമ്പുരാന് തമിഴ്നാട്ടിൽ നിന്നും നേടാനായത്. 1.3 കോടി, 1.5 കോടി എന്നിങ്ങനെയാണ് മറ്റു ദിവസങ്ങളിൽ ചിത്രം നേടിയിരിക്കുന്നത്. വിക്രം ചിത്രം ധീരസൂരവീരൻ തിയേറ്ററിലുള്ളതും എമ്പുരാന് തമിഴകത്ത് ഭീഷണിയായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതെല്ലാം കൂട്ടുമ്പോൾ എങ്ങനെയാണ് സിനിമ 200 കോടി ക്ലബിലെത്തിയതെന്ന് ആർക്കും വ്യക്തമാകുന്നില്ല. ഓരോ രാജ്യത്തും എമ്പുരാൻ നേടിയ കളക്ഷൻ പ്രത്യേകമായി നിർമ്മാതാക്കൾ പുറത്ത് പറയുന്നുമില്ല. ചിത്രം ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചുവെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത്. മോഹൻലാലാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചത്. റിലീസ് ചെയ്ത് വെറും 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ 200 കോടി ക്ലബിലെത്തിയത്. എമ്പുരാൻ ചരിത്രം സൃഷ്ടിച്ചുവെന്നാണ് പ്രത്യേക പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത്.